പിന്നെ നാളത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ യാത്രയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാലേ ഒരു പ്രശ്നം എന്നിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ അങ്ങനെ നല്ലൊരു കഫേ ഒന്നും കണ്ടില്ല. ഒരു കാപ്പി കുടിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടു അല്ലേ? എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ കഫേ കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോന്ന് അറിയില്ല. ശരിക്കും ആർദേഴ്സ് പാസിൽ എത്തിയപ്പോഴാണ് നമ്മൾ 2-3 കഫേ കണ്ടത്. പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആണ്. 4:30 ആകുമ്പോഴേക്കും ഇവർ അടയ്ക്കുമെന്ന്. നമ്മൾ കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പെട്രോളൊക്കെ അടിക്കാനുള്ളൊരു സ്ഥലം ഉണ്ട് വേണ്ട. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോവാണ്, എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. അപ്പോൾ ഈ കാണുന്നതാണ് കിയ എന്ന് പറയുന്ന ഒരു ബേർഡാണിത്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ തത്തയോടൊക്കെ ഭയങ്കര രൂപസാദൃശ്യമുള്ള ഒരു കിളിയാണ് കേട്ടോ. അപ്പോൾ രൂപസാദൃശ്യം മാത്രമല്ല, ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിൽ മാത്രം കാണുന്ന, സ്പെഷ്യലി മൗണ്ടെയിൻ ഏരിയാസിലൊക്കെ മാത്രം കാണുന്ന നോൺ ബ്രീഡിംഗ് ആയിട്ടുള്ള ഒരു മെയിൽ പാരറ്റ് തന്നെയാണ് ഈ കിയ എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഒരേ ഒരു ആൽപൈൻ പാരറ്റാണിത്. അതുകൊണ്ട് ഇവിടുത്തുകാർക്ക് ഇത് ഭയങ്കര സ്പെഷ്യലാണ്. അവരിതിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൊക്കുകൾക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്. നമ്മുടെ കാറിൻ്റെയൊക്കെ ചില്ല് കുത്തി പൊട്ടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്സുകൾ, ക്യാനുകൾ, കാര്യങ്ങളൊന്നും അവിടെ ഇട്ടിട്ട് പോരുതെന്ന് അവർ പല സ്ഥലത്തും സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കാരണം ഈ കിളി അതൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കൊത്തി പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കിളികൾ ചത്തുപോകുന്നുണ്ട്. അപ്പം നമ്മളവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെ സേഫായിട്ട് വെക്കുക എന്നുള്ളതെന്ന് അവർ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് കോഫിയൊന്നും കുടിക്കാൻ പറ്റില്ല. നമ്മൾ തുടർന്ന് പിന്നെയും ട്രാവൽ ചെയ്തു. പിന്നെ നമ്മൾ എത്തിച്ചേർന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു സീനിക് ലുക്ക് ഔട്ടിലാണ്. ഒട്ടീറ വാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒട്ടീറ എന്ന് പറയുമ്പം അതിലെ ഓ ഉദ്ദേശിക്കുന്നത് പ്ലേസ് ഓഫ് എന്നാണ്. ടീര എന്ന് പറയുന്നത് ദി ട്രാവലേഴ്സ് എന്നാണ്. അപ്പോൾ ഒട്ടീറ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അവർ പറയുന്നത് പ്ലേസ് ഓഫ് ദി ട്രാവലേഴ്സ് എന്നാണ്. അതായത് സഞ്ചാരികൾ ഒട്ടും മിസ് ചെയ്യാത്ത, അവർ മസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒട്ടീറ വാലി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒട്ടീറ വയാഡക്റ്റ്. നമ്മൾ ഈ റൂട്ടിലൂടെ പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ലിസ്റ്റിലേക്ക് വരുന്ന ഒരു സ്ഥലമാണിത്. വർഷങ്ങൾക്ക് മുൻപ് എർത്ത് ക്വേക്കിലും അല്ലെങ്കിൽ പല സമയത്തായിട്ട് മല ഇടിഞ്ഞു വന്നിട്ടുള്ള കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു വാലിയാണ്. ഇപ്പം ഞങ്ങളുള്ളത് വയാഡക്റ്റ് ലുക്ക് ഔട്ടിലാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം കുറച്ച് മുൻപ് എന്താ പറയുക, പൊന്നൂസൊന്ന് ഛർദ്ദിച്ചു. അവളെൻ്റെ മേത്തെ കൂടെ ഛർദ്ദിച്ചു. പിന്നെ ഇവളുടെ ഡ്രസ്സ് മാറ്റി, എൻ്റെ മാറ്റി, കാർ സീറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ലിവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജസ്റ്റ് ഇറങ്ങി കണ്ടാൽ മതി, ഞാൻ വീഡിയോയിൽ കണ്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ ലിവിൻ വന്ന് ഇറങ്ങി വീഡിയോ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ സ്റ്റെഫി, ഇത് നീ കാണാണ്ടിരിക്കരുത്, അടിപൊളി സ്പോട്ടാണ്, ഇത് നീ മിസ് ചെയ്താൽ ശരിക്കും മിസ് ചെയ്യുന്നു. നോക്കിയത് ഇതൊരു 1.5 ലുക്ക് ഔട്ട് പോയിന്റ് ആണ് കേട്ടോ. ആ ഒരു ഒഴുകണ ക്രീക്കിന്റെ ഒരു അരമ്പല് കേൾക്കാം. ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഒരു എന്താ പറയാ കിട്ടുന്നില്ല, അത്ര അടിപൊളിയാണ്. ഭയങ്കര ഇങ്ങനെ ഡെപ്ത് ഉള്ളൊരു സ്ഥലമാണ് അല്ലേ പൊന്നിസ്? ഇങ്ങനത്തെ മുന്നേ കണ്ടിട്ടുണ്ടാ? പൊന്നിസ് മുന്നേ കണ്ടിട്ടില്ല. പൊന്നിസ് വണ്ടിയിലിരുന്ന് ചാടി മറിഞ്ഞാകെ കൊളാക്കി. പക്ഷെ മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ നിങ്ങൾ കാണട്ടെ ഇവിടെ വരുന്നവര്, വയാഡക്റ്റ് ലുക്ക് ഔട്ട്. ഈ പറയുന്ന ആളുണ്ടല്ലോ, വണ്ടിയിൽ ഇറങ്ങാതെ അവിടെ ഇരിക്കുന്നത് പിടിച്ചു കളിച്ചാലും പോണത്. അയ്യോ, അത് ഭയങ്കര വേർത്തായി. നീ പിടിച്ചോ അപ്പൊ സൂപ്പർ സ്ഥലാണ്.
ഇവിടെ ഒന്നേ ജസ്റ്റ് കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ സ്ഥലം കണ്ട, പുറകിൽ നിൽക്കുന്ന ടീംസിനെ നോക്കി, നിറച്ച് പശുക്കളാണ് കേട്ടാ. ഒരു 10-12 മിനിറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ വണ്ടിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്രോസ് ചെയ്ത് പോയിട്ടില്ല. ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടാ. എല്ലാ പശുക്കളും ഇങ്ങോട്ട് നോക്കിക്കണേ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഞങ്ങളിത് ഇവിടെ 2 മിനിറ്റ് നിർത്തിട്ടു. എന്റെ പൊന്നെ, അടിപൊളി. അടുത്ത വണ്ടി വന്നിട്ട് ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ഇത് ചെറിയൊരു എന്താ പറയാ, 1 വേ പാലാണ് കേട്ടാ. ഇവിടെ ഉള്ള ഒരുവിധം പാലങ്ങളൊക്കെ അങ്ങനത്തെ തന്നെയാണ്, 1 വേ ആണ്. പണ്ടത്തെ പാലങ്ങളെല്ലാം അങ്ങനത്തെയാണ്. പുതിയത് ഇപ്പൊ പഴയ പാലം പൊളിഞ്ഞു പോയിട്ട് പുതിയത് പണിത് മാത്രമേ 2 വേ ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയൊക്കെ 1 വേ ആയിട്ടുള്ളതാണ്. അടിപൊളി വ്യൂ ആണ്. 1 ലൈൻ. ഇവിടെ ശരിക്കും ഇപ്പൊ സമയം 7 മണി ആവാറായി. 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് 7 മണിയാവും. പക്ഷെ ഈ സൈഡിലൊക്കെ ശരിക്കും നമ്മുടെ ഒരു 5 മണി 6 മണി നേരത്തെ സൺസെറ്റിന്റെ ഒക്കെ ഒരു ഫീലാണ് കണ്ട. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. രക്ഷയില്ലാത്ത മാറിയ വ്യൂ ആണ്. അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം പുറകിലിരിക്കണ്ടായിരുന്നു. ഞാനിപ്പോ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി. അവള് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഫ്രണ്ടിലിരുന്ന് കാണുന്ന ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരുപാട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഓടിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി. അയ്യോ, ഞാൻ പറഞ്ഞപ്പോഴേക്കും ഒരു വണ്ടി അങ്ങോട്ട് പാസ് ചെയ്തു. കുറെ നേരമായിട്ട് വണ്ടികളൊന്നും പാസ് ചെയ്യണ്ടായിരുന്നില്ല. നമ്മള് ആർദസ് പാസ് എന്നുള്ള സ്ഥലം കഴിഞ്ഞിട്ട് ഒട്ടീറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഹൈവേ കൂടെ പോവാം ഈ ഗ്രേമൗത്തിലേക്ക്. ഞങ്ങള് റൈറ്റ് സൈഡ് വഴി ഒരു ഹെറിറ്റേജ് സീനിക് റൂട്ട് ഇല്ലേ, ഹെറിറ്റേജ് ഹൈവേ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു റൈറ്റ് ടേൺ കണ്ടു. അപ്പൊ നമ്മൾ അതിലെയാണ് നമ്മൾ ആക്ച്വലി വണ്ടി കൊണ്ട് പോകുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അധികം വണ്ടികളൊന്നും വേറെ കാണാത്ത. ഭയങ്കര സീനിക് ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. കാരണം നല്ല പച്ചപ്പും വളരെ കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഫാമാണ് കൂടുതൽ കേട്ടോ. ചെറിയ ഓരോ വീടുകള്, പിന്നെ നിറച്ച് പൂക്കളും, അങ്ങനത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു റൂട്ടാണ്. ഒരുപാട് ക്രീക്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അതേ ഒരു ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഒരു സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് കറക്റ്റ് സൂര്യൻ ഇങ്ങനെ വന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കാണ്. ഒരുപാട് ക്രീക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇവാൻസ് ക്രീക്ക്, ആ ക്രീക്ക്, ഈ ക്രീക്ക് എന്നൊക്കെ പറഞ്ഞ് നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാത്തിലും നിർത്തുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെയാണ് നമ്മൾ ആ ഒരു ടൗണിലേക്ക് എത്താൻ പോവാൻ തോന്നുന്നുണ്ട് കേട്ടാ. പിന്നെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയുന്നത്, ഒരു കാപ്പി കുടിക്കാൻ നിർത്താനായിട്ട് ഒരു സ്ഥലമില്ല. ഞങ്ങൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്തെ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുറെ നേരം പോയി, നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കാപ്പി കുടിക്കണല്ലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് മനസ്സിലാവണേ ഇടയിൽ ഒരു സ്ഥലത്തും ഒരു കോഫി ഷോപ്പോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. 1-2 കോഫി ഷോപ്പ് കണ്ടു, പക്ഷെ അത് 4:30 ക്ലോസ് ചെയ്തു. അത് ആർദർ പാസിലായിരുന്നു. ഇപ്പൊ നമ്മള് ഗ്രേമൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഡക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ പിള്ളേരുടെ ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കുട്ടികളുടെ. ഇത് അത്യാവശ്യം ഒരു ടൗൺ ഏരിയ ആണ് കേട്ടോ. ഇവിടത്തെ ചെറിയൊരു മിനി ടൗൺ ആണ്. ഇവിടെ ഒരു ചെറിയ കഫേ കാണിക്കുന്നുണ്ട് നോക്കുകയാണെങ്കിൽ. അത് പപ്പാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. പാർട്ടി നടക്കണം. പക്ഷെ സൈഡിലെ വ്യൂ അടിപൊളിയാ. അവിടെ ഒരു കോഡൻ കേവ് ഉണ്ട് കേട്ടാ. ചിലപ്പോ നമുക്ക് നാളെ മോർണിംഗ് പോവാൻ പറ്റിയ സ്ഥലമായിരിക്കാം.
സബ്വേ എന്റെ പൊന്നെ വൂൾവർത്ത് കൗണ്ട് ഡൗൺ. ഞങ്ങള് സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ട് ഫുഡില്ലാണ്ടിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അപ്പൊ ഫൈനലി ഞങ്ങളുടെ അക്കോമഡേഷനിൽ എത്തിയിട്ടുണ്ട്. കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏർലി മോർണിംഗ് ആണ്. ഓക്കെ അവൾ ഉറങ്ങാറുന്നു വണ്ടിയിലിരുന്ന്. അക്കരെ പച്ചയുടെ ആളാ. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ 8 മണി കഴിഞ്ഞു. 8:45 ഇപ്പോഴും നല്ല വെളിച്ചാണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഇതൊരു മറ്റേ ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ് ആണോ? ഹോം സ്റ്റേ അല്ല, ഇവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ഒക്കെ പോലെ ഉണ്ട്. അതൊരു 1 bedroom ആണ്. അതിന്റെ പുറകിൽ തന്നെ വേറൊരു ടോയ്ലറ്റും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ. ഓക്കെ, പൊന്നൂസ് കരയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. എൻ്റെ പുറകിൽ ഇപ്പോൾ ഡോറാണ്. സ്റ്റുഡിയോ റൂമാണ് കേട്ടാ. ഇവിടെ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ലിവിങ് ആൻഡ് ഫാമിലി കിയാ ഓറ. വെൽക്കം ടു അവർ ഹോം. വി ഹോപ്പ് യു എൻജോയ് യുവർ സ്റ്റേ. പ്ലീസ് മേക്ക് യുവർ സെൽസ് കംഫർട്ടബിൾ ആൻഡ് വി വിഷ് യു എ വണ്ടർഫുൾ ഹോളിഡേ. നാളെ രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബട്ടറുണ്ട്, തേനുണ്ട്, ജാം, ബ്രെഡ് ഓൾറെഡി പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ. പിന്നെ ഇതാ ചെറിയൊരു TV ഉണ്ട്, കുറച്ച് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് ഫുഡ് സപ്ലൈ ഒക്കെ ഇവിടെ ഓൾറെഡി കൊണ്ട് വെച്ചു. ഇതിങ്ങനെ 2 ബെഡ്, പിന്നെ ഈ ഒരു ബെഡ്. പിന്നെ നമുക്ക് ഇവിടെ ചെറുതായിട്ട് സോസേജ് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെറിയൊരു മൈക്രോവേവ് അവനുണ്ട്, കുഞ്ഞൊരു ഫ്രിഡ്ജ്. പിന്നെ ഇതിനകത്തൊക്കെ അത്യാവശ്യം കുറച്ച് കട്ട്ലറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് കാണാനാണ് നല്ല രസമല്ലേ ലിസയും പിന്നെന്താ പറഞ്ഞേ, ലിസയും സ്കോട്ടുമാണ് ഇതിൻ്റെ ആൾക്കാർ. പൊന്നസേ നിനക്കിഷ്ടായ? അപ്പം ഞങ്ങൾ എന്തായാലും ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. KFC ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് പാടില്ല. അപ്പം ഞങ്ങൾ ആദ്യം സബ്വേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ. അല്ല പൊന്നസേ, ഇവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് ഇവിടെ എണീറ്റു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കാലത്ത് എണീക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്തുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറത്ത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പാർക്ക് പോലെ, പിന്നെ കുറച്ച് മൊയില്, താറാവ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ നാളത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഇന്നെന്തായാലും ഇത്രയ്ക്കേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ്. പന്നു ഏറ്റണി ഏറ്റക്കണ്ണ ഞങ്ങളപ്പോൾ ഇവിടുന്ന് പതുക്കെ പോകാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ലോക്കലായിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഒരു 1:30 ആകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാറ് ഡ്രോപ്പ് ചെയ്യാനാണ് പരിപാടി. 2:15 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ വരുന്നത്. അപ്പോൾ 20 minutes മുന്നേ ചെക്ക് ഇൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് കയറ്റി വിടും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ പോകാനുള്ള പരിപാടിയാണ്. അടിപൊളിയായിരുന്നല്ലേ, നല്ലൊരു ഹോം സ്റ്റേ ആയിരുന്നു. ആ ഒരു ആംബിയൻസ് നമുക്ക് നല്ല ഇഷ്ടമാവും. ഒരു അപ്പനും അമ്മയും 2 കുട്ടികളും. അവരുടെ റൂം അങ്ങനെ തന്നെയാണ് കേട്ടോ. 2 കുട്ടികൾക്കും അപ്പനും അമ്മയ്ക്കും അടിപൊളിയായിട്ട് നിൽക്കാം. $150 ആയിരുന്നു 1 night സ്റ്റേ. അടിപൊളിയാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് പതുക്കെ പോവാണ് കേട്ടോ.
ഞങ്ങളിത് ഇപ്പോ റപ്പ ഹോ എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിൽ വന്നേക്കാണ്. നല്ല അടിപൊളി ബീച്ചാണ് കാണാനായിട്ട്. ഞങ്ങളും പിന്നെ വേറെ അവിടെ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടാ. ബീച്ചിൽ ഇറങ്ങണ ഒരു ടൈം അല്ല, ഇറങ്ങണവർക്ക് നല്ല സമയമാണ്. പിന്നെ അത്യാവശ്യം നല്ല റഫായിട്ട് വേണം തോന്നുന്നുണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ. സാധാരണ ഇവിടെ ഫുൾ മണലല്ലേ നമ്മൾ കാണാറ്, ഇത് ഫുള്ള് ഉരുളങ്കല്ലാണ്. ഉരുളങ്കല്ല് നല്ലൊരു ബീച്ച്. നമ്മള് വെള്ളത്തിൽ ഇറങ്ങണില്ല കേട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ട്രെയിനിൽ കയറാനായിട്ട് 1-2 മണിക്കൂറുള്ളൂ. അപ്പൊ വെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ഇങ്ങനെ കുറച്ചേരം ഒന്ന് ബീച്ചിൽ ആസ്വദിക്കാൻ കരുതി കുറച്ചേരം ഇരിക്കാണ്. നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ വണ്ടി ഉണ്ടാവും, അതിൽ കിടന്ന് ഉറങ്ങാം. നമ്മ മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഇവിടെ നിൽക്കുന്നുണ്ടോ. വണ്ടി പാർക്ക് ചെയ്യണ കൊടുത്തുനിന്ന് ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ബീച്ചായി. അങ്ങനെയാണ്. ലിവി ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞില്ലടാ? ഞാനല്ല, നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടെ ഉണ്ടായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അന്ന് കൂടെ മമ്മി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് വന്നത്. അങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണല്ലേ നമ്മൾ ഇവിടെ കൊണ്ട് ഒറ്റയ്ക്ക്. കുഞ്ഞു പിള്ളേരും കൊണ്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കൂടെ 3-മതൊരാളും കൂടി ഉണ്ട്. പക്ഷെ ആ ആളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അപ്പൊ അവളുടെ ഭക്ഷണമാണെങ്കിലും അവളുടെ ഉറക്കവും കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ആവാണ്ട് നമ്മളവളെ കൊണ്ടുപോകണം. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഹൈവേയിൽ കയറിയുമ്പോഴാണ് പ്രശ്നം വരിക. ഇവളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കരയില്ല, പക്ഷെ കരച്ചില് പിടിച്ചു കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. അല്ല പൊന്നുസേ? അപ്പൊ ആള് ബ്രേക്ക്ഫാസ്റ്റ് പ്രാവശ്യം കഴിച്ചതാണ്, പക്ഷെ കുറച്ച് ബ്രെഡ് അങ്ങനെ കഴിച്ചുള്ളൂ. ഇതാണ് ആളുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. കുറുക്കില്ല പൊന്നുസേ, അത് കഴിച്ചാൻ പോവാനേ. കണ്ണുണ്ട് മാന്താ പാടില്ലത്. അത് മാന്തി കഴിഞ്ഞാലേ ഇതവൾക്ക് ഇഷ്ടമായിരിക്കും ചിക്കൻ. അതുകൊണ്ട് അതുകൊണ്ടാ ഏതാ സീറ്റ്? ടേബിളുണ്ട് സെന്ററില്. Put your room with us, you'll find a menu located in your seat pocket or the table in front. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു കോഫി കുടിച്ച് കഫേയുടെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പൊന്നിസിന് എന്ത് വേണ്ട? ഞങ്ങളിതൊരു മഫിൻ വാങ്ങിച്ചിട്ടുണ്ട്. ചൂടുണ്ട്. നല്ലൊരു മഫിൻ വാങ്ങിച്ചു. പിന്നെ അതേ ഒരു ഫ്ലാറ്റ് വൈറ്റും ഒരു മോക്കയാണ് വാങ്ങിച്ചേക്കണേ. അല്ല പൊന്നുസേ? ശരിക്കും നമ്മുടെ ഒരു വ്യൂ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞേ. ആരാ പറഞ്ഞെന്നല്ലേ? ഞങ്ങളിവിടെ സർപ്രൈസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരാള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ചും കൂടെ കഴിയണം. ഇപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ കൺട്രി സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളികൾ കാണുന്ന ഓർമ്മ പറയുന്നത് ട്രാൻസ് ആൽപൈൻ ജേർണിയിലെ നമ്മൾ കണ്ടൊരു മലയാളിയാണ് രജു അല്ലേ? അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു ഇനിയിപ്പോ ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് നല്ല വ്യൂസ് ഒക്കെ തുടങ്ങണേന്ന് അല്ലേ? കാപ്പി കുടിക്കാൻ കുടിച്ചോ? ഒന്ന് കുടിച്ചോടാ.
ഇത്തിരി ബാക്കി അടക്കി തരുമോ? ശരിക്കും മമ്മയ്ക്ക് പിന്നെ പൊന്നു പിടിച്ചോ, പൊന്നു പിടിച്ചോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളപ്പോൾ ഇങ്ങനെ ട്രാൻസ് ആൽപ്പയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് ഇതേപോലെ ഒരു ടേബിള്, ഇപ്പുറത്ത് 2 ചെയർ, അപ്പുറത്തെ 2 ചെയർ, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അവർ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇവള് അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇവൾക്കൊന്ന് കളിക്കണം, അതും ഇതൊക്കെ വലിച്ചു പറിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇതിനകത്ത് ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കണേ. കാരണം നമ്മൾ 2 സൈഡിലും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടേ. അപ്പോൾ ഇവള് അലമ്പുണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാഫ് വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു, കർത്താവേ നമ്മളിവിടെ കഫേയുടെ അവിടെ ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ അങ്ങനെയല്ല ചോദിച്ചു, നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് ഓക്കെ അല്ലേ, നിങ്ങൾ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹാപ്പി ആണ്, പക്ഷെ ഞങ്ങളിങ്ങനെ ഇവിടെ കുറച്ച് നോട്ടി ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറൊരു സീറ്റ് തരാൻ പറഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു സീറ്റ് തന്നേക്കാം. ഓപ്പോസിറ്റ് ഒന്നും വേറെ ആരും. അപ്പൊ അവൾക്കൊരു ക്ലച്ചർ കൊടുത്തപ്പോൾ അവള് ഓക്കെ ആയി. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം വലിയ വലിയ മൗണ്ടൻസ് ആണ് അവിടെയും ഇവിടെ ഫ്രണ്ടിലും. പിന്നെ ചെറിയ ചെറിയ ക്രീക്സ്, നിറച്ച് ക്രീക്സ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഒരു രജോഷ് എന്നല്ല പറഞ്ഞത്, രജോഷ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് വിന്ററിൽ വന്നു കഴിഞ്ഞാൽ എൻറ്റയർലി വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് മഞ്ഞ് മൂടി കിടക്കായിരിക്കും. ഒരു കാര്യം പറയാണ്ട്, വിന്ററിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസും കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് 230 സംതിങ് ആണ് കൊടുത്തത്. പെർ ഹെഡിന് നമ്മള് വൺ സൈഡ് കൊടുത്തേക്കുന്നത് ടിക്കറ്റ് അവര് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. നമ്മളൊരു 8.5 കിലോമീറ്റർ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പോവാണ്. ഒറ്റീര ടണലിന്റെ ഉള്ളിൽ കൂടെ. പറഞ്ഞു While we travel through the tunnel, the toilets will also be unavailable for use around 15 minutes as we travel through the ഒരു tunnel. 8.5 കിലോമീറ്റർ ഈ ഞാൻ മലയാളത്തിൽ പറയാം. Shortly before they can നമ്മളിന്നൊരു 8.5 കിലോമീറ്റർ ടണലിൽ കൂടെ പോകാൻ പോകുന്നത്. അപ്പോൾ 15 മിനിറ്റ് നേരം ഇരുട്ടായിരിക്കും, ടോയ്ലറ്റ്സ് ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാൽ കണ്ടിട്ടോ, എൻ്റെ കയ്യിൽ തരാനാണോ? ഓക്കെ, നമുക്ക് 2 കൂടെ പറഞ്ഞാലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 230 ആണ് പെർ ഹെഡ് കൊടുത്തേക്കുന്നത് വൺ സൈഡ്. പക്ഷെ 160 ഒരാൾക്ക് 1 സൈഡ് കിട്ടുമെന്ന് പറയാനാണ് ഒന്ന് സമ്മതിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൊട്ടീര ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കമൻറ്റൊക്കെ കേട്ടത് അവർ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ മാൻഡറില്ല, 2 ഭാഷയിലും കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ കമൻറ്റൊക്കെ കേട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവരെന്താണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ ഈ ടണലൊന്നും ഉണ്ടാക്കിയത്. അത് സ്റ്റാർട്ടിങ് തൊട്ട് ഗ്രാമത്തിൽ തൊട്ട് നമ്മൾ കാഴ്ചവെച്ച് വരെയുള്ള ഏതൊക്കെ സ്ഥലങ്ങളിലാണോ നമ്മൾ പോകുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ ഹിസ്റ്ററിയും എന്തൊക്കെയാണ് അവിടുത്തെ പ്രാധാന്യം കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടണലിൻ്റെ ഉള്ളിൽ എത്തിക്കാന്ന് ചോദിച്ചു, ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പുറത്തെ കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ. നമ്മൾ ഓൾറെഡി 15 മിനിറ്റോളം ഉണ്ട് ടണലില്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തേക്കാണ്. ഇത് ലാമ്പും ഇത് മട്ടണും ആണ് കേട്ടോ. So high, so high, so high. Ooh, ooh, ooh.
ഇപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ ഗ്ലാസസ് ഒന്നും ഇല്ലാതെ ഇവിടെ വന്ന് നിന്ന് കാണാൻ പറ്റും. ആർദസ് പാസിന്ന് കയറാനുള്ള ആൾക്കാരാണ് ആ നിൽക്കുന്നതൊക്കെ. ശരിക്കും പറഞ്ഞ ഈ ട്രെയിനിനകത്ത് ഒരു 90% ആൾക്കാരും എബവ് 60 ആണ്. അതിലും താഴെ വളരെ കുറച്ച് ആൾക്കാരാണുള്ളൂ. നമുക്ക് അറ്റത്ത് കാണുന്നതിൽ സ്നോ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ഞാൻ എന്തായാലും തിരിച്ചു കയറാൻ പോവാട്ടാ. 5 മിനിറ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പൊന്നുശ ഫുഡ് കഴിച്ചാണോ? പൊന്നുശ ചിന്ന ബീഫൊക്കെ നല്ല പെട്ടേ സത്യം. ഇത് ലാമ്പായിരുന്നു അല്ലേ? ലാമ്പിനകത്ത് മാഷ് പൊട്ടാറ്റോയും ബ്രോക്കലിയാണ്. ബീഫിനകത്ത് ചെറിയ പൊട്ടാറ്റോസും പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, ബ്രോക്കലി. കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആണ് കേട്ടോ. എന്ത് ടേസ്റ്റാ പൊന്നുശേ. ഞങ്ങളുടെ ട്രാൻസ് ആൽപൈൻ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു ഇത്. ഈ കുന്നും മലയും പുഴകളൊക്കെ ഇതിനു മുൻപും പല സമയത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്തവണ ഇവയ്ക്കൊക്കെ കുറച്ച് ഭംഗി കൂടുതലായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ശരിക്കും ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഈ ഭൂമിനെ ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചതിന് ഒരു നിമിഷം അറിയാതെ ദൈവത്തോട് നന്ദി പറഞ്ഞു പോയി. ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റണേന്ന് അറിയാണ്ടൊന്ന് ആഗ്രഹിച്ചു പോയി. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു. അപ്പം ഞങ്ങളുടെ ട്രാൻസ് ആൽപൈൻ ജേണി ഓൾമോസ്റ്റ് തീരാൻ പോവാണ് കേട്ടോ. ഇപ്പൊ റോളസ്റ്റൺ അല്ലേ, റോളസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റിൽ നമ്മൾ സ്കോഫീൽഡ്സ് എന്ന് പറയാൻ പറ്റില്ല, 10-15 മിനിറ്റിൽ നമ്മൾ ക്രൈസ്റ്റ് ചർച്ച് സ്റ്റേഷനിലെത്തും. അവിടെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാണ്ടിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. സത്യമായിട്ടൊന്നും പറയാനില്ല. അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. ഭയങ്കര ഡെപ്തുള്ള വാലീസ്, അതേപോലെ ഭയങ്കര ഹൈറ്റ്സിലുള്ള മൗണ്ടൻസ്, കളറാണ് ഒരു ടർക്കോയിസ് ഗ്രീൻ കളറുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറുള്ള വെള്ളം. അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂസിലാൻഡിൽ വരുന്ന എല്ലാവരും ഒന്ന്
എന്താ ഉണ്ടായെന്ന് അറിയില്ല. അതൊന്ന് ട്രെയിൻ ഈ സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചാട്ടം പോലെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ വരുന്ന എല്ലാവരും എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞങ്ങൾ പറയാ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ടായിരിക്കും ഇനി വരുന്നത് കേട്ടോ. നമ്മൾ ന്യൂസിലാൻഡിൽ നിന്ന് പോരുമ്പോഴേക്കും നമ്മൾ സൗത്ത് ഐലൻഡ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കവർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മളത് മൈൻഡ് ആക്കരുത് അല്ലേ. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് കഴിയാൻ പോവാണ്. നല്ല സൂപ്പർ ഡൂപ്പർ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഇവിടെ ഞങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ മാക്സിമം ഇതേ ഭംഗിയോടുകൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇതിപ്പം ന്യൂസിലാൻഡിലെ ആണെങ്കിലും കുറച്ച് നാളത്തേക്ക്, പിന്നെ ഓസ്ട്രേലിയയിലത്തെയാണ് നമ്മൾ കൂടുതൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വിശേഷങ്ങളും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ പറയും. ബൈ പറഞ്ഞു സാർ. ടാറ്റയില്ല. ഓക്കെ ബൈ.